സംസ്ഥാന ബജറ്റിൽ കാസർഗോഡ് ജില്ലയെ 100% അവഗണിച്ചുവെന്ന് MLA എൻ.എ. നെല്ലിക്കുന്ന് റിപ്പോർട്ടറിനോട്. കാസർഗോഡ് മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഒരക്ഷരം പോലും ബജറ്റിൽ പറയുന്നില്ല. കിഫ്ബി വഴി മെഡിക്കൽ കോളേജിനായി 160 കോടി രൂപ ഭരണാനുമതി നൽകി. ഇതിൽ 32 കോടി മാത്രമാണ് സാമ്പത്തിക അനുമതി ലഭിച്ചത്. അവതരിപ്പിച്ച ബജറ്റിൽ തൃപ്തനല്ലെന്നും കാസർഗോഡ് MLA പറഞ്ഞു. തറക്കല്ലിട്ട് വർഷങ്ങൾ പിന്നിട്ട ഉക്കിനടുക്കയിലെ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനായി ഒരു തുക പോലും സംസ്ഥാന ബഡ്ജറ്റിൽ വകയിരുത്താത്തതിന് എതിരെയായിരുന്നു MLA എൻ.എ. നെല്ലിക്കുന്നിന്റെ പ്രതികരണം. 2 വർഷം കൊണ്ട് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാകുമെന്ന് നിയമസഭയിൽ ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ തുക നൽകാതെ എങ്ങനെ യാഥാർത്ഥ്യമാകുമെന്നാണ് MLA ചോദിക്കുന്നത്. ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് 2-3 ദിവസം മുമ്പാണ് ഞാൻ നിയമസഭയിൽ ഒരു കോളിംഗ് അറ്റൻഷൻ കൊണ്ടുപോയത്. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ് 2 കൊല്ലം കൊണ്ട് ഈ കാസർഗോഡ് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കും എന്നാണ്. എങ്ങനെയാണ് യാഥാർത്ഥ്യമാക്കുന്നത്? പണം ഇല്ലെങ്കിൽ എങ്ങനെ യാഥാർത്ഥ്യമാക്കും? പണം ഇല്ലെങ്കിൽ 2 കൊല്ലമല്ല, ഇനി 2 നൂറ്റാണ്ട് കാത്തിരുന്നാലും കാസർഗോഡ് മെഡിക്കൽ കോളേജ് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. പണമാണല്ലോ ആവശ്യം. കാസർഗോഡ് മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഒരക്ഷരം ഈ ബജറ്റിൽ പറയുന്നില്ല. അപ്പോൾ കാസർഗോഡ് ഈ ബജറ്റിൽ 100% അവഗണിക്കപ്പെട്ട് ഇരിക്കുകയാണ്. കാസർഗോഡ് അടക്കം 5 ജില്ലയിൽ ഒരു സർക്കാർ നഴ്സിംഗ് കോളേജ് അനുവദിക്കുമെന്നായിരുന്നു ബഡ്ജറ്റിലെ പ്രഖ്യാപനം. എന്നാൽ കാസർഗോഡ് നേരത്തെ തുടങ്ങിയ നഴ്സിംഗ് കോളേജ് വീണ്ടും തുടങ്ങുമെന്ന് പ്രഖ്യാപനം നടത്തിയ ധനമന്ത്രിയെ MLA പരിഹസിച്ചു. കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ ഒരു നഴ്സിംഗ് കോളേജിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് മാസങ്ങളോളമായി. ഈ ബജറ്റിൽ ധനകാര്യമന്ത്രി പറയാണ്, അദ്ദേഹത്തിൻ്റെ ബജറ്റ് സ്പീച്ചിൽ കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് കോളേജ് തുടങ്ങുമെന്ന്. 4 മാസം മുമ്പ് തുടങ്ങിയ നഴ്സിംഗ് കോളേജിനെ കുറിച്ചാണ് ബജറ്റിൽ പറയുന്നത്. കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് കോളേജ് തുടങ്ങുന്നത്. അപ്പോൾ ഒന്നിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാതെയാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ബജറ്റ് കേരളത്തിലെ സാധാരണക്കാരെ അവഗണിച്ചതുപോലെ കാസർകോട്ടെ പാവപ്പെട്ട ജനങ്ങളെയും ഈ ബജറ്റ് അവഗണിച്ചിരിക്കുകയാണ്. ജില്ലയുടെ പ്രധാന പ്രശ്നം ചികിത്സാരംഗത്തെ അപര്യാപ്തതയാണ്. മതിയായ ചികിത്സ ലഭിക്കാത്തതിനാൽ മംഗലാപുരത്തെ ആശുപത്രികളെ ആശ്രയിക്കുകയാണ് രോഗികൾ. മെഡിക്കൽ കോളേജിനായി ബഡ്ജറ്റിൽ തുക അനുവദിക്കുമെന്ന ജില്ലയുടെ പ്രതീക്ഷയ്ക്ക് ഇതോടെ മങ്ങലേറ്റു. റിപ്പോർട്ടർ അർജുൻ ഹേമ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.